ഇതിലിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ നാഷണൽ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ, അത് UNFCCയുടെ പാർലൻസിൽ പറയുമ്പോൾ അതാണ് ഈ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. കേട്ടോ, ഈ സംഗതി എല്ലാ രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഇതിനിടയിൽ നടന്നിരുന്നു. അപ്പോൾ ഇന്ത്യ ഇതിനകം തന്നെ ഇന്ത്യയുടെ 8 ടാർഗറ്റുകൾ ഉണ്ടെങ്കിലും 3 എണ്ണത്തിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും നടന്നോ എന്ന് നോക്കിയിട്ട്. അപ്പം ഞാനത് 3 എണ്ണം മാത്രം പറയാം. അതായത് ഒന്ന്, 2005 നിലവാരത്തിൽ നിന്ന് 2030 എമിഷൻ ഇൻറ്റൻസിറ്റി GDPയുടെ 33-35% ആക്കും എന്നായിരുന്നു നമ്മൾ 2015 കൊടുത്തു. 2022 ആക്കുമ്പോൾ ഇന്ത്യ അത് ഉയർത്തി 45%, GDPയുടെ 45% കുറയ്ക്കാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, ഫോസിൽ ഇതര ഊർജ സ്രോതസ്സുകളിൽ കൂടി ഏകദേശം 50% സഞ്ചിത ഇലക്ട്രിക് പവർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അത് 40 ആയിരുന്നു, നമ്മൾ 50 ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 40 എന്നുള്ളത് 50 ഒക്കെ ആക്കണമെങ്കിൽ പണം വേണം. ആ പണമാണ് നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ NCQGയിലൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരും എന്താണ് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഉമ്മൻ സാർക്കൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഈ പാരീസ് ഉടമ്പടിയിൽ 2 ഡിഗ്രി കൂടുതൽ പോകാൻ പാടില്ല, പക്ഷെ ഒപ്റ്റിമം 1.5 ഡിഗ്രിയിൽ കൂടുതൽ പോകരുത് എന്നുള്ളതാണ്. 2 ഡിഗ്രി, ഇത് രണ്ടും ഈ പാരീസ് ഉടമ്പടി എഴുതി വെച്ചിട്ടുള്ള ആർട്ടിക്കിൾ 2 എഴുതി വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിങ്ങനെ പോകണമെങ്കിൽ വെറുതെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം ഇന്ത്യ കുറച്ചുകൂടി ഭേദമാണ് കരുതിക്കോട്ടോ. കാരണം ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ എമിഷൻ നടത്തുന്ന 63 രാജ്യങ്ങളുടെ പെർഫോമൻസ് റാങ്ക് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് വന്നു. അതിൽ ആദ്യത്തെ 1, 2, 3 റാങ്കുകാർ ആരുമില്ല. അതിൽ താഴെ ഉള്ളതിൽ 10ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ലിസ്റ്റിൽ 7ാമത്തെ റാങ്ക് ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. USA ഒക്കെ ഏറ്റവും താഴെയാണ് ചൈന ഈ 63 ചേർന്നതാണ്. കാരണം 63 രാജ്യങ്ങളുടെ കാര്യം മാത്രം പറയാൻ കാരണം ബാക്കിയുള്ളവരൊക്കെ വളരെ ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻസ് ഒക്കെയാണ്, വളരെ കുറച്ച് എമിഷൻസ് ഒക്കെ അവർ നടത്തുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് ആകെ ഉള്ള എമിഷനിൽ 31% ചൈനയുടേതാണ് ആകെയുള്ള എമിഷൻ്റെ. രണ്ടാമത് USA 13%, ഇന്ത്യ 8% എന്നാണ്. 4ാമതായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ. പക്ഷെ ഇതിങ്ങനെ ടോട്ടൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെർ ക്യാപിറ്റ എടുക്കുമ്പോൾ സംഗതി വേറെ മാറുകയാണ്. അപ്പോൾ USA ആണ് ഏറ്റവും അധികം, 17.61 ടൺ പെർ ക്യാപിറ്റ ഒരാൾ. ചൈന 11 ടൺ, യൂറോപ്യൻ യൂണിയൻ 7 ടൺ, ഇന്ത്യ 2.9 ടൺ മാത്രമേ ഉള്ളൂ. വേൾഡ് ആവറേജ് എന്ന് പറയുന്നത് 6.6 ടണ്ണാണ്. അപ്പോൾ ലോക ശരാശരിയേക്കാളും വളരെ കുറച്ച് മാത്രമേ ഇന്ത്യ ഇതിൽ ഉള്ളൂ, ഇന്ത്യയുടെ ഭാഗഭാഗത്തും ഉള്ളൂ. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മാറി നിൽക്കുന്നില്ല. ഇന്ത്യ ഈ റിപ്പോർട്ടുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഒരു വാചകമുണ്ട്: ഇന്ത്യ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി പ്രോബ്ലം ബട്ട് വിൽ ബി എ പാർട്ട് ഓഫ് ദി ക്ലൈമറ്റ് സൊല്യൂഷൻ. ഞങ്ങൾ ഈ പ്രശ്നത്തിന്റെ ഭാഗമല്ല, പക്ഷെ ഞങ്ങൾ സൊല്യൂഷന്റെ ഭാഗമായിരിക്കും എന്ന് ഇന്ത്യയുടെ NDC പറഞ്ഞിട്ടുണ്ട്. പിന്നെ LT-LEDS എന്ന് പറയുന്ന വേറെ ലോ കാർബൺ എമിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന റിപ്പോർട്ടിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഇന്ത്യയുടെ ഈ പറയുന്ന നെഗോഷിയേഷൻസ് ഒക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ കാര്യങ്ങൾ നടക്കണമെങ്കിൽ 1.5 ഡിഗ്രിയിൽ കുറയണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് NDCയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 എണ്ണം മാത്രമേ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നാണ്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ത്യ ഗവൺമെന്റ് ഒരു 75 എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ, വെള്ളം ഉപയോഗിക്കുമ്പോൾ, അടുക്കളയിൽ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. മരനടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം 75 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തരത്തിൽ ഉള്ള പരിപാടികൾ ഓരോ രാജ്യവും ലിസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ആണ് ഈ പണം ചോദിക്കുന്നത്. പണം ചോദിക്കുന്നത് ഇതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ നിന്ന് ചോദിക്കാൻ നമുക്ക് അർഹതയുണ്ട്. ആ കാര്യമാണ് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ക്ലൈമറ്റ് ഫൈനാൻസ് പണം വേണം, അത് നിങ്ങൾ സോഫ്റ്റ് ലോണായിട്ടോ അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിട്ടോ തരണം. വെറും ലോണായിട്ട് IMF കൊണ്ടൊക്കെ തന്നിട്ട് കാര്യമില്ല.
അപ്പോൾ നിങ്ങൾ വികസിച്ച് നിൽക്കുകയാണ്, വികസിക്കണം. അല്ലെങ്കിൽ ഇതേപോലെ ഈ എന്താണ് പറയാ, മറ്റേ പണമൊന്നുമില്ലാതെ നമ്മളുടെ ഇന്റേണൽ സോഴ്സസിനടുത്ത് ഈ വക പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വികസനമാണ് മുമ്പോട്ട് പോവുക, ദാരിദ്ര്യമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ UN അതുപോലുള്ള സംഗതികളൊക്കെ പറയുന്നത് വെച്ചാൽ ഏറ്റവും പുറകിലുള്ളവരെയും കൂടി പരിഗണിക്കണം എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ദാരിദ്ര്യം, സസ്റ്റൈനബിലിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദാരിദ്ര്യം പരിഗണിക്കണം, സസ്റ്റൈനബിലിറ്റി പരിഗണിക്കണം, ഏറ്റവും പുറകിലുള്ളവരെ, ലീവ് നോബഡി ബിഹൈൻഡ്, ലീവ് നോ വൺ ബിഹൈൻഡ് എന്നുള്ളൊരു ആപ്തവാക്യമൊക്കെ ഉണ്ട് മറ്റേ ഐക്യരാഷ്ട്രസഭയുടെ. അപ്പൊ അതുമൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇവ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ അപ്പൊ ഇതിനിടയ്ക്ക് വേറെ ചില ഉടായ്പ പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യയും ചൈനയും ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. അവരുടെ എക്കണോമി വലിയ തോതിൽ മുമ്പോട്ട് പോവുകയാണ്. അവർക്ക് ഫണ്ട് വേണ്ട, അവർ കൂടി ഈ പണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില രാജ്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ, ട്രംപ് അത് വളരെ അധികമായിട്ട് മുമ്പോട്ട് വെക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ആവശ്യപ്പെടുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ മറ്റ് അതിഥിയിലേക്ക് പോവുകയാണ്.